My God, why hast thou forsaken me? Why art thou so far from helping me? നമ്മളെല്ലാവരും മനുഷ്യ ജീവിതത്തിൻ്റെ ഈ പ്രയാണത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? In our struggles in life, this is a question we usually put forth to God. God, why have you forgotten me? ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലരും ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചു പോയിട്ടുള്ള ഒരു ചോദ്യമാണ്, ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത്? Of all of you sitting here and people watching online, at least once in your lifetime you have put forth this question before God. God, why have you forsaken me? ജീവിതത്തിൻ്റെ വിവിധ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമായത്. In our struggles of life, this is a question we ask God. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും കടക്കെണി മുഖാന്തരവും ജോലി നഷ്ടം മുഖാന്തരം മാരക രോഗം മുഖാന്തരം കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പല സന്ദർഭങ്ങളിലും പുറത്തു വരാറുണ്ട്. When the burdens of life come on us, maybe financial, maybe it's about children, maybe it's about a job, but this question sometimes comes out of our hearts and our mouths. എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു, എൻ്റെ കുടുംബത്തിന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഞങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? Why did this happen to me? Why did this happen to my family? Why do we have to go through all this? ദൈവമേ നീ ഞങ്ങളെ ഉപേക്ഷിച്ചതെന്ത്, നീ ഞങ്ങളെ Lord, why have you forsaken us? നിരാശ നിറഞ്ഞവന്റെ ഒരു ആത്മനൊമ്പരമാണ്. This is a cry of despair. കാരണം ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വാക്കാണ് നമ്മൾ കാണുന്നത്. We see a word of separation, of disparity. എല്ലാവരും അകന്നു പോകുന്ന ഒരു സന്ദർഭം. A time when everybody is running away. ആരും സഹായത്തിനില്ലാത്ത ഒരു നിലവിളിയാണ്. It's a cry when there's nobody to help. കയറി പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാത്ത ജീവിതാനുഭവം. A time when there's not even a straw to hold on to. ദൈവം പോലും ഉപേക്ഷിച്ചോ എന്ന് തോന്നുന്ന a time when you think that even God forgot me. നിരാശയുടെ, നിസ്സഹായതയുടെ, ഏകാന്തതയുടെ ഒരു അനുഭവം. A time of loneliness, of despair, of being forsaken. ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താണെന്ന് എത്ര സന്ദർഭങ്ങളിൽ പല നിമിഷങ്ങളിൽ നമ്മൾ പോലും ചോദിച്ചിട്ടുള്ള ഒരു Many a times when we have asked this question, Lord, so many times we have asked, Lord, why have you forsaken me? Why Lord you are forsaking me? Why you are rejecting me? എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പല സന്ദർഭങ്ങളിലും നമ്മുടെ അധരങ്ങളിൽ നിന്ന് പലപ്പോഴും വന്നിട്ടുണ്ട്. Many a times it's come out of our lips, Lord, why have you forsaken me? ഇവിടെ കർത്താവും ക്രൂശിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ ഇവിടെ ചോദിക്കുകയാണ്, ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത്. Even the Lord Jesus lying on the cross is asking this question, Lord, why have you forsaken me? എത്രയോ നല്ലവരായ പ്രിയപ്പെട്ടവർക്ക് ജീവിതത്തിൽ എത്രയോ ദുരിതപൂർണമായ സാഹചര്യങ്ങൾ വരുന്നു. There are many good people in world, they go through difficult times. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത മാന്യമായി ജീവിക്കുന്ന നല്ല സ്വഭാവ സവിശേഷതയുള്ള എത്രയോ ആളുകൾ ജീവിതത്തിന്റെ ദുഃഖക്കെണിയിൽ കൂടെ കടന്നു പോകുന്നു. ദൈവം ഉപേക്ഷിച്ചോ എന്ന് തോന്നുന്ന അനേക അനുഭവങ്ങൾ. There are so many good people, honest people, hallelujah, they never did anything wrong. But still, circumstances come in their lives. They even have to cry out to God and say, God, why have you forsaken me? നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളും അത്യാഹിതങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും മാരക രോഗങ്ങളും ഒക്കെ ബാധിക്കുമ്പോൾ പാവപ്പെട്ട നിസ്സഹായരായിരിക്കുന്ന ശുദ്ധരായിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഉയരുന്ന ഒരു ആർത്തനാദമാണ്, ദൈവമേ നീ ഞങ്ങളെ കൈവിട്ടത്. When we look around us and the circumstances of the world around, people going through despair, pain, sicknesses, and automatically, maybe unknowingly, this word comes out of the mouth, Lord, why have you forsaken me? അവരായ മനുഷ്യർക്ക് എങ്ങനെയാണ് വേദനാജനകമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്? Why do bad things happen to good people? നല്ലവരായി ആർക്കും ദോഷം ചെയ്യാതെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ ചില സന്ദർഭങ്ങളിൽ ദൈവം ഉപേക്ഷിച്ചോ എന്ന് പോലും ഉണ്ടാകുന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ questions which come to us, say people who have done no wrong, they have never been so bad to anybody, still why bad things happen to them? ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ രഹസ്യങ്ങളും നമ്മുടെ മനസ്സുകളിൽ ഒരിക്കലും മനസ്സിലാകുന്ന രീതികളല്ല. The plans of God, the secrets of God, the ways of God, we as humans we cannot fathom it
it in our nutshell brain. മാനുഷിക തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും കാണുമ്പോൾ നമുക്ക് ഒന്നിനും ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയത്തില്ല. In our physical sense, when we look at it, maybe we cannot find an answer for that. ഇവിടെ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു കാൽവറിയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് Here എന്ന്. Jesus is hanging on the cross of Calvary and he's crying out to his Father, Father, why have you forsaken me? ഈ പദത്തിൽ തന്നെ നിങ്ങൾക്ക് തോന്നും, എന്തുകൊണ്ട് ക്രിസ്തു ദൈവമല്ലേ പിന്നെന്തിന് ദൈവത്തെ വിളിച്ചു You എന്നുള്ളത്. might ask a question, Jesus is Lord, then why is he calling out Lord? കാരണം ക്രിസ്തു ദൈവമാണ്. അങ്ങനെയെങ്കിൽ പിന്നീട് വേറെ എന്തിനാണ് ഒരു ദൈവത്തെ വിളിക്കുന്നത്? If Jesus is Lord, then why is he calling out to another God? അങ്ങനെയുള്ള ഒരു കോൺട്രഡിക്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ പദം ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകാൻ Maybe when you സാധ്യതയുണ്ട്. read this, you can get a contradiction thought in your mind. ദൈവം ദൈവത്തെ വിളിക്കുന്നുവോ? God is calling out to God. എന്നാൽ ഈ പദം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായി. But when we read this, instead of thinking it that way, ക്രിസ്തുനാഥൻ തന്റെ മനുഷ്യ സ്വഭാവത്തിൽ സമൂഹത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ സഫറിങ്ങുകളെയും മനുഷ്യരൂപത്തിൽ ഏറ്റെടുക്കുകയാണ്. Jesus, when he was man, hallelujah, he went through every suffering that man went through. ലോകത്തിൽ കഷ്ടം അനുഭവിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാം കഷ്ടങ്ങൾ താനും അനുഭവിക്കും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും കഷ്ടം അനുഭവിക്കും എന്ന് മനസ്സിലാക്കി കർത്താവ് ദൈവത്തെ വിളിക്കുന്നു. Hallelujah, you know, while he was in earth, he went through every pain that mankind went through, and as a man, he's crying out to God. ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം, സഫർ ചെയ്ത ദൈവം, അത് ക്രിസ്തുനാഥൻ In the മാത്രമാണ്. history of the world, of all the gods in this world, the only God that has suffered with the people is Jesus Christ. ലോകത്തിൽ മനുഷ്യന് വേണ്ടി കഷ്ടം അനുഭവിച്ച കഷ്ടതയിൽ കൂടെ അവൻ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന് And the രേഖപ്പെടുത്തിയിരിക്കുന്നു. word of God says he suffered for us. ഒരിക്കൽ നിത്യ ചൈതന്യ, ഹി വാസ് എ ഗ്രേറ്റ് ഫിലോസഫർ ഇൻ ഇന്ത്യ. നിത്യ ചൈതന്യതി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു വലിയ ഫിലോസഫറാണ്. There was a big philosopher in India called Nitya Chaitanya. അദ്ദേഹം ഒരു ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കാനായിട്ട് വന്ന സന്ദർഭത്തിൽ, One day when he was speaking in an auditorium, നമുക്കറിയാം ഇന്ത്യയിലുള്ള ഓഡിറ്റോറിയങ്ങളിലെല്ലാം ഒത്തിരി ദൈവങ്ങളുടെ പടമുണ്ട്. but you know, if you go to the auditoriums in India, there were a lot of pictures of different gods and goddesses. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ക്രിസ്തുവിനെയും ഒരു ദൈവമായിട്ട് ഒരു ഫോട്ടോയിൽ വെക്കുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. You know, people, they keep a picture of Christ also, Jesus also there as one of the gods. നിത്യചൈതന്യതി പ്രസംഗിക്കാനായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ When this gentleman was preaching there, was, you know, speaking there, താൻ അവിടെയുള്ള എല്ലാ ഫോട്ടോകളും നോക്കി. he looked at every picture hanging on the wall. നോക്കുന്ന സന്ദർഭത്തിൽ താൻ അതിൽ നിന്ന് സ്പെഷ്യലായിട്ട് യേശു ക്രിസ്തുവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി. You know, among all, then his eyes fell on the picture of Jesus. And he said in this way, ഇങ്ങനെ അവൻ പറഞ്ഞു, when I see the picture of Jesus, I can see the sorrows of the world in his eyes. ഞാൻ യേശുവിന്റെ പടം കാണുമ്പോൾ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളും അവന്റെ കണ്ണിൽ ഞാൻ കാണുന്നു. ലോകത്തിലുള്ള മറ്റെല്ലാ ദൈവങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ വിജയിക്കുന്ന, അട്ടഹസിക്കുന്ന, ഷൗട്ട് ചെയ്യുന്ന, വിജയശ്രീലാളിതരായിട്ട് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ലോക ചരിത്രത്തിൽ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും കാണുന്നത്. When we look at all the other gods and goddesses of the world, people in the world, they look at a God who's victorious, who is, you know, strong, who's powerful, who is shouting. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണുന്നത്, we can see the men of sorrows, ദുഃഖിക്കുന്ന, ലോകത്തിന്റെ ദുഃഖത്തെ വഹിക്കുന്ന, കഷ്ടതകളെ വഹിക്കുന്ന ഒരു മുഖമാണ് യേശു. But when you look at the face of Jesus, we see a face, Aliyah, which is bearing the burden, the sorrows of this world. ജ്ഞാനവകുലത്തിന്റെ കഷ്ടതകളെ അതുപോലെ അനുഭവിച്ച ഏക ദൈവം അത് യേശു Because മാത്രമാണ്. he is the only God who has borne all the pain of mankind. So we are always associated with the God of triumph, God of joy, God of victory. But there is only one God. That God is God of suffering. That is our Lord ഈ Jesus ലോകത്തെ Christ. കാണുന്ന ദൈവദേവന്മാരെല്ലാം വിക്ടറിയുടെ ദേവന്മാരാ. യേശു മാത്രമേ ഉള്ളൂ അല്ലയോ കഷ്ടം അനുഭവിക്കുന്ന ഒരു ദൈവം. എന്റെ രോഗത്തെയും എന്റെ ഭാരത്തെയും എന്റെ ഭയത്തെയും എന്റെ വേദനകളെയും എന്റെ ദുഃഖങ്ങളെയും അതുപോലെ ഈ ഭൂമിയിൽ വഹിച്ച് അതുപോലെ ആ കഷ്ടതയിൽ കൂടെ കടന്നുപോയിരിക്കുന്ന ഏക ദൈവം എന്ന് പറയപ്പെടുന്നത് അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. Only God who had went through the pain that I go through, both the sickness that I go through, both the suffering that I go through. അതുകൊണ്ട് ആ ദൈവത്തിന് മാത്രമേ മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും വേദനകളും ഭാരങ്ങളും ഭയങ്ങളും രോഗങ്ങളും അതുപോലെ ഗ്രഹിക്കാനായിട്ട് കഴിയുന്ന ഏക ദൈവം അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. Jesus is the only God who can understand your pain, your suffering, your sickness, your difficulties, what you are going through. അതുകൊണ്ട് suffering God has the power
to help us. കഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിന് മാത്രമേ കഷ്ടപ്പെടുന്നവനെ Only a സഹായിക്കാനായിട്ട് കഴിയത്തുള്ളൂ. suffering God can help the people who are suffering. ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവങ്ങളും വിജയിക്കുന്നവർ മാത്രമാണ്. പക്ഷേ കഷ്ടതയോട് താതാത്മ്യം, ദിസ് ഈസ് ദ ഓൺലി ഗോഡ് ഐഡന്റിഫൈ വിത്ത് ദ സഫറിംഗ് ഓഫ് ദ പീപ്പിൾ. യേശുക്രിസ്തു മാത്രമാണ് ലോകത്തിൽ മനുഷ്യന്റെ കഷ്ടതയോടുകൂടി ഐഡന്റിഫൈ ചെയ്ത ഏക ദൈവം. Jesus is the only God who can identify with the suffering and pain of the people. ഇന്നും ജീവിതത്തിൽ ലോകത്തിൽ കർത്താവിന്റെ വരവരെയും കഷ്ടതകളുണ്ട്. Of the coming of the Lord, there is pain and suffering in this world. Jesus came into this world not to take away all our suffering. He came into this world to take away our sin. നമ്മുടെ പാപത്തെ പരിഹരിക്കാനായിട്ട് വന്നത്. സഫറിംഗ് മൊത്തം കർത്താവിന്റെ വരവരെ മാറുന്നില്ല. സഫറിംഗ് ഉണ്ട്, പക്ഷേ സഫറിംഗിൽ നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. But we have a God who is with us in our suffering. ഇന്ന്